ഹലോ നമസ്കാരം, ഞാൻ രതീഷ്. ഏവർക്കും ഫുഡ് ചില്ലീസിലേക്ക് ഹാർദവമായ സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് ഒരു റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ഹോട്ട് ആൻഡ് സവർ ചിക്കൻ സൂപ്പുമായിട്ടാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം ഇഷ്ടപ്പെടും. നമുക്ക് ഇൻഗ്രീഡിയൻസിലേക്ക് കിടക്കാം. ഞാനിവിടെ ഉണ്ടാക്കുന്നത് റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ സൂപ്പാണ്, അല്ലാതെ നമ്മുടെ വീട്ടിൽ കിട്ടുന്ന നാടൻ സൂപ്പല്ല. അപ്പോൾ നമുക്കിനി പാചകത്തിലേക്ക് കിടക്കാം. ആദ്യം തന്നെ ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് 7 ഗ്ലാസ് വെള്ളം വെക്കുക. വെള്ളം ചൂടാകുന്ന സമയം കൊണ്ട് നമുക്ക് ഒരു ക്യാരറ്റ് മുറിച്ചതും, ഒരു ഇതള് ക്യാബേജിൻ്റെ ഇല, 1 ടീസ്പൂൺ ഉപ്പ്, നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ബോൺലെസ് ചിക്കൻ, 1 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുത്ത് നല്ലപോലെ വേവിക്കുക. ഏകദേശം ഒരു 15-20 മിനിറ്റ് കൊണ്ട് ചിക്കൻ നല്ലപോലെ വേകും. ചിക്കൻ എല്ലാം വെന്തിട്ടുണ്ട്. അടുത്തതായി ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഓയിൽ ചൂടാകുമ്പോൾ അതിനകത്ത് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ജിഞ്ചർ ഗാർലിക് ഇട്ട് കൊടുക്കുക. അതും മൂത്ത് വരുമ്പോൾ നമ്മളെടുത്ത് ക്യാരറ്റ് ഒന്നിളക്കി, ക്യാപ്സിക്കം ഇട്ട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ സ്റ്റോക്ക്, ചിക്കൻ നേരത്തെ ഉപയോഗിച്ച വെള്ളം ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇപ്പോൾ നിങ്ങൾ ഒരു കാരണവശാലും വെളിച്ചെണ്ണ ഉപയോഗിക്കാൻ പാടില്ല. വെളിച്ചെണ്ണ ഉപയോഗിച്ചാൽ ടേസ്റ്റ് തന്നെ മാറിപ്പോവും. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ശേഷം ടേസ്റ്റ് ബാലൻസ് ചെയ്യാനായി ഒരു 1/4 ടീസ്പൂൺ ഷുഗറും കൂടി ഇട്ട് കൊടുക്കുക. ഇനി സൂപ്പ് നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഒന്ന് തിളച്ച് വരുമ്പോൾ അതിലേക്ക് നമ്മൾ അടുത്തതായി ഇട്ട് കൊടുക്കാൻ പോകുന്നത് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ക്യാബേജാണ്. അത് വളരെ കുറച്ച് മാത്രമേ ചേർക്കുന്നുള്ളൂ. അതിന് മുകളിലായി 2 ടീസ്പൂൺ സോയാ സോസ് ഒഴിച്ചു കൊടുക്കുക. ഇനി അതിലേക്ക് ചേർക്കാനുള്ളത് കുറച്ച് വിനാഗിരിയാണ്. നമുക്ക് അതും കൂടി ഒഴിച്ചു കൊടുത്ത് ഒന്ന് അടച്ചു വെക്കാം. ഏകദേശം 1 മിനിറ്റ് കഴിയുമ്പോൾ ഒന്ന് തുറന്നു നോക്കി അതിലേക്ക് നമ്മൾ കലക്കി വെച്ചിരിക്കുന്ന കോൺഫ്ലവർ ഒരു 3 ടീസ്പൂൺ ഒഴിച്ചു കൊടുക്കുക. അതിന് മുകളിലായി നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ച ചിക്കൻ അതും ഇട്ട് കൊടുത്ത് ആവശ്യത്തിന് സ്പ്രിംഗ് അനിയനും ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. ഒന്ന് തിളച്ച് വരുമ്പോൾ അതിന് മുകളിൽ നമ്മളൊരു മുട്ട ബീറ്റ് ചെയ്തത് ഇങ്ങനെ നൂല് പോലെ, ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്, അതുപോലെ നൂല് പോലെ തന്നെ ഒഴിച്ചു കൊടുക്കുക. അല്ലെങ്കിൽ കട്ട പിടിക്കാനുള്ള ചാൻസ് കൊടുക്കുക. അതുകൊണ്ട് ഇതുപോലെ തന്നെ ഒഴിക്കാൻ ശ്രദ്ധിക്കണം. ഇനി ഒന്ന് മിക്സ് ചെയ്ത് കുറച്ച് കുരുമുളക് പൊടിയും ചേർത്ത് ഒരു ബൗളിലേക്ക് മാറ്റാം. നമ്മുടെ സൂപ്പ് റെഡി ആയിട്ടുണ്ട് കൂട്ടുകാരെ. വളരെ ടേസ്റ്റി ആയിട്ടൊരു സൂപ്പാണിത്. കുട്ടികൾക്കെല്ലാം വളരെ ഇഷ്ടപ്പെടും. നിങ്ങൾ തീർച്ചയായും ട്രൈ ചെയ്യണം. ഇതിൻ്റെ കമൻറ്റ്സ് തീർച്ചയായും നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യണം. ഇനിയൊരു പുതിയ ഡിഷുമായിട്ട് ഞാൻ നിങ്ങൾ മുന്നിലെത്തും. ഇറ്റ്സ് മീ രതീഷ്, സൈനിങ് ഓഫ്.